പ്രിയദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് നമ്മുടെ പാവങ്ങളെ എടുത്തുകൊണ്ട് കൂശ്മണ്ണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാങ്ങിപ്പിന് ശേഷം 1-ാം ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വേദഭാഗം ആണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും 3-ാമത്തെ പ്രവചനം നടത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നത്തെ വേദഭാഗം പ്രതിപാദിക്കപ്പെടുന്നത്. മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥത്തെയും ശിഷ്യത്വത്തിൻ്റെ വഴികളെയും ആഴത്തിൽ പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. ഒന്നാമതായിരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു സമൂഹത്തോട് ഒന്നാമനാകുക എന്നാൽ എന്താണ് എന്ന് കർത്താവ് വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ നാം കാണുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്കതിൽ കാണുവാനുള്ളത് സ്വാർത്ഥപൂർണമായ അഭ്യർത്ഥന ആണ് നാം ഇവിടെ കാണുന്നത്. മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരുത്തണം എന്നുള്ള സബദി മക്കളുടെ അഭ്യർത്ഥന തങ്ങളുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ഏതു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് വെളിപ്പെടുത്തുന്നത്. തൻ്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള സൂചനകൾ കർത്താവ് നൽകുമ്പോഴും സിംഹാസന മഹത്വങ്ങളെക്കുറിച്ചുള്ള വല്ലാത്ത ആഗ്രഹമാണ് ശിഷ്യന്മാരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നത്. അധികാര കേന്ദ്രങ്ങളോടുള്ള സാമീപ്യം, അധികാര ഇടനാഴികയിലെ പ്രാമുഖ്യം, ഇങ്ങനെ 3 തലങ്ങളാകാം ആധുനിക കാലത്തേതുപോലെ അന്നും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ലോകപ്രകാരമുള്ള സുരക്ഷിത ഇടമായി ക്രിസ്തു അനുഭവങ്ങളെ കാണുന്ന ഏതൊരുവൻ്റെയും ജീവിത വീക്ഷണമാണ് ഈ വേദഭാഗത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു ശിഷ്യന് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് എന്താണ് എന്നതാണ് ചിന്തനീയമായ വിഷയം. ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവങ്ങൾക്കപ്പുറം അവനിൽ നിന്ന് ലഭിക്കേണ്ട ദാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഏതൊരുവനും സബദി മക്കളുടെ ഗണത്തിൽ ചേർക്കപ്പെടാവുന്നവരാണ്. ഉത്തമ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ സഹന സ്നാനത്തിൻ്റെയും മരണക്കാസായുടെയും ഓഹരിക്കാരാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആയാസരഹിതമായ ഈ ലോകജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരു നേതാവായി കർത്താവിനെ കാണാതെ ഇവിടെയുള്ള നോമ്പുകളെയും നൊമ്പരങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുവാൻ ക്രിസ്തുമാർഗം നമുക്ക് പ്രചോദനമാക്കണം. അതായത് നമ്മൾ നോമ്പുകൾ നോക്കി നമ്മുടെ നൊമ്പരങ്ങളെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ടാകും. അതല്ലാതെ ഇവിടെയുള്ള നോവുകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ എടുത്ത് മാത്രം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, അവൻ്റെ മുമ്പിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ, അവൻ്റെ മുമ്പിൽ നമ്മൾ ഒരു മാതൃക സ്ത്രീ പുരുഷന്മാർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അധികാരമോഹികളായ സബദി മക്കളെ പോലെ, സബദി പുത്രന്മാരെ പോലെ നമ്മളും പ്രവർത്തിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ഉപവാസം കൊണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മഹത്വാനുഭവങ്ങളുടെ നവീന പാതയാണ് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മഹത്വം, അധികാരം തുടങ്ങിയ അനുഭവങ്ങളെ കർത്താവ് ക്രിസ്തീയമായി ഈ ഭാഗത്തെ അടയാളപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ക്രിസ്തീയമായി ഒന്നാമനാകുന്നത് എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മഹത്വ ദർശനങ്ങൾക്ക് തീർത്തും വിപരീതമാകുന്നുണ്ട്. ഒരുപക്ഷെ സ്വയം ശൂന്യമായി താൻ മനുഷ്യനാവുകയും തൻ്റെ ജീവനെ അവരിനു വേണ്ടി നൽകുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള
ഈ ക്രിസ്തു ദർശനത്തെ ആകാം ഫിലിപ്പിയർ 2:6 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിക്കുന്നത്. സന്തോഷത്തോടെ ഈ ക്രിസ്തുഭാവം പകർത്തുമ്പോഴാണ് ഓരോ ശിഷ്യനും ക്രിസ്തു അനുകാരി ആകുന്നത് എന്ന് നാം മറന്നു പോകരുത്. വാസ്തവത്തിൽ ലോകത്തിൻ്റെ ചിന്താധാരയിൽ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള ഒരു ആഹ്വാനമാണിത്. ഓരോ ക്രിസ്തു ശിഷ്യനും സ്വാഭാവികമായി നേതൃ ഗുണമുള്ളവനാകണം. എന്നാൽ അത് സേവന ഭാവത്തോടും വിനയമുള്ള ജീവിത ശൈലിയുടെയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിലൂടെ ആകണം. ആരാധിക്കപ്പെടുകയോ ഭരിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് നിസ്വാർത്ഥമായ സ്നേഹമാണ് ഈ ദാസ്യ മാതൃകയുടെ അടിസ്ഥാനം. ലോകം തേടുന്ന അധികാരം, പ്രശസ്തി, സമ്പത്ത് എന്നിവയല്ല, മറിച്ച് മറ്റുള്ളവരെ താഴ്മയോടെ ശുശ്രൂഷിക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വം എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തിൽ നിന്ന് ദൂരെ നിൽക്കുവാനോ മറ്റുള്ളവരുടെ വേണ്ടി സൽഗുണങ്ങൾ ചെയ്യാതിരിക്കുവാനോ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നതിനോ ഒരിക്കലും പുറകോട്ട് മാറുകയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവത്തിൽ ശരണപ്പെട്ട് ബാക്കി നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഞായറാഴ്ചയിൽ എവൻഗേലിയോൻ വേദഭാഗം നമ്മുടെ മനസ്സിൽ ഗ്രഹിക്കുകയും അത് നമ്മൾ കൃത്യമായി അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.